തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗിക്ക് പുതുജീവനേകി 17-കാരി കണ്ണൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച അയോന മോൺസണിന്റെ വൃക്ക ദാനം ചെയ്തു. അവയവ കൈമാറ്റത്തിന് ആദ്യമായി ആഭ്യന്തര വിമാന സർവീസും ഭാഗമായി തിരുവനന്തപുരത്തടക്കം 4 ഇടങ്ങളിൽ ചികിത്സയിൽ ഉള്ളവർക്ക് അയോനയിലൂടെ ജീവൻ തുടിക്കും. കണ്ണൂർ ആസ്റ്റർ മിംസിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അയോണയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം അനുവാദം നൽകിയതോടെ വിമാനമാർഗം വൃക്ക തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് അവയവം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗിച്ചുള്ള ആദ്യ അവയവദാനമാണിത്. കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന യുവതിയാണ് അവയവം സ്വീകരിക്കുന്നത്. ലിവർ റിട്രൈവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൊടുത്തിട്ടുള്ളത് കാലിക്കറ്റ് മിംസ് ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോർണിയ അത് പിന്നെ തലശ്ശേരി ഹോസ്പിറ്റലിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 കിഡ്നി പിന്നെ അതിലൊന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഒന്ന് പിന്നെ മിംസിലേക്ക് കാലിക്കറ്റ് മിംസിലേക്ക് കൊടുത്തിട്ടുണ്ട്. അയോണ മോൺസണിന്റെ കരളും കോർണി അടക്കമുള്ള മറ്റ് അവയവങ്ങളും തലശ്ശേരിയിലും കോഴിക്കോട്ടുമുള്ളവർക്ക് ദാനം ചെയ്യും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് വിദ്യാർത്ഥി താഴേക്ക് ചാടിയത്. കണ്ണൂർ പയ്യാവൂർ സ്കൂളിലെ +2 സയൻസ് വിദ്യാർത്ഥിയായിരുന്നു അയോണ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.